നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മുഗളായി ആണ്. ഗ്രാമോളം ചിക്കൻ, അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, അല്പം വെജിറ്റബിൾ ഓയിൽ, ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യുകയാണ്. ഇതൊരു 20 മിനിറ്റോളം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് വെജിറ്റബിൾ ഓയിൽ 3 ടേബിൾ സ്പൂൺ, അതിലേക്ക് സാദാ ജീരകം, കുരുമുളക്, പട്ട, ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോള ഒരു 1.5 എണ്ണം നമ്മൾ ഇട്ട് കൊടുത്തു. വളരെ ചെറിയ സവോളയാണ്, വലിപ്പമുള്ള സവോളയാണ്. നമ്മൾ ഒരു സവോള മതിയാവും. നമ്മൾ ആകെ 250 ഗ്രാം ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്പം ഇഞ്ചി കൂടി, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നമ്മൾ സോട്ട് ചെയ്യാണ്. അതിൻ്റെ മസാലയായിട്ട് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള അധികം മൂക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. വളരെ ഇത്തിരി ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളപ്പോൾ തന്നെ മസാല ഇട്ട് കൊടുത്ത് ഇതിന് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അല്പം കൂടി വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നമ്മൾ ലൈറ്റ് മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചിക്കനിൽ ഓൾറെഡി മസാലയുണ്ട്. അത് നല്ല രീതിയിൽ വെന്ത് വരുമ്പോൾ ഒരു 20 മിനിറ്റ് നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി 2 തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫൈൻ പേസ്റ്റാക്കി എടുത്തു. ചിക്കൻ കുക്കായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. 2 തക്കാളിയാണ് നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സവോളയെല്ലാം ശരിക്ക് അലിഞ്ഞ് ആ ചിക്കനിലേക്ക് തന്നെ റെഡിയായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓയിൽ മയെല്ലാം നല്ല രീതിയിൽ റോഗൻ പോലെ നമ്മുടെ മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ അതിലേക്ക് തക്കാളി ഫൈൻ പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് പുളിരസം നമ്മൾ പോകുന്ന രീതിയിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ ശരിക്കും കുക്ക് ചെയ്യുന്നുണ്ട് അതിനെ. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല ഫയറിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂവിൻ്റെ പേസ്റ്റ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്രീം ആഡ് ചെയ്യാം. നമുക്ക് ഇനിയും ക്രീം കൂടി ആഡ് ചെയ്തത് ഓൾറെഡി സ്വീറ്റ് ആയിപ്പോൾ. ഇപ്പോൾ നമ്മൾ അല്പം തൈരും അല്പം കാഷ്യൂ പേസ്റ്റും ഗാർണിഷിനായിട്ട് മല്ലി ഇലയും മേത്തി ലീവ്സും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് മേത്തി ലീവ്സ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. കസ്തൂരി മേത്തിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യാം. ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയെല്ലാം നമുക്ക് ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അല്പം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല റിച്ച് ഫ്ലേവറുള്ള ഐറ്റമാണ് ശരിക്കും മുഗളായി. അത് നല്ലൊരു പേസ്റ്റ് ഐറ്റമാണ്. ഇതിലേക്ക് നെയ്യിൻ്റെയും ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇതായിട്ട് തന്നെ അത് കിട്ടും. നല്ല ഒരു അടിപൊളി ടേസ്റ്റോട് കൂടിയ ചിക്കൻ മുഗളായി നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഫുള്ള് പേസ്റ്റ് ആയിരിക്കും. നല്ല റിച്ച് ഗ്രേവിയാണ്. അതിൽ ക്രീമോ കാഷ്യൂ പേസ്റ്റോ നമുക്ക് എന്ത് വേണമെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു തൈരിൻ്റെ കൂടി ഫ്ലേവർ വരുമ്പോൾ ഒരുപാട് സ്പൈസി ഉള്ളൊരു ഇതല്ല. അതിൽ നമ്മൾ അല്പം മേത്തി ലീവ്സും അല്പം ഇതെല്ലാം ഇട്ടിട്ട് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്നതിലും കൂടി ചേഞ്ച് ആയിട്ടുള്ള ഐറ്റമാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മെത്തേഡാണെന്ന് വിചാരിക്കണം. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.